ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താ സംഭവം എന്നല്ലേ നോക്കുന്നത്? അതെ ഗൈസ്, ഇത് ഒക്ടോപ്പസ് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ക്രോഷ്യേറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ക്രോഷ്യേറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ, ഒക്ടോപ്പസിനെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മാജിക് റിംഗ് ആണ്. അതിനകത്ത് നമുക്ക് 8 സിംഗിൾ ക്രോഷ്യ ഇടണം. 8 സിംഗിൾ ക്രോഷ്യ ഇട്ടല്ലേ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വരത്തുള്ളേ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ആ 8 എണ്ണം ഉണ്ടോ നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുന്നതാണേ. പിന്നെ അടിയിലത്തെ യാൺ പിടിച്ച് ടൈറ്റ് ആക്കുക. അപ്പോൾ ഒരു സർക്കിൾ പോലെ ഫോം ആവും. എന്നിട്ട് അതിനകത്ത് ഇനി നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓരോ സിംഗിൾ ക്രോഷ്യക്കകത്തും നമ്മൾ രണ്ടു വട്ടം നമ്മൾ ചെയ്തെടുക്കും. അപ്പം അത് ഇൻക്രീസ് ആവും. അപ്പോൾ 8 ആണെങ്കിൽ അത് 16 നമ്മൾ ഇൻക്രീസ് ആക്കി എടുക്കും. അതാണ് സെക്കൻഡ് റൗണ്ട്. തേർഡ് റൗണ്ട് വരുമ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യ, ആദ്യത്തിനകത്ത് സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് രണ്ടാമത്തേനകത്ത് 2 ഇൻക്രീസ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ തേർഡ് റൗണ്ട് അത് കംപ്ലീറ്റ് ആവും. ഫോർത്ത് റൗണ്ടിൽ 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഫിഫ്ത്ത് റൗണ്ടും 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ മൊത്തത്തിൽ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 36 സ്റ്റിച്ചസ് കാണും, 36 സ്റ്റിച്ചസ് കാണും. അപ്പോൾ ഈ 36 സ്റ്റിച്ചിന് ഇനി നമുക്കിതിപ്പോൾ റൗണ്ട് 5 ആയിട്ടേ ഉള്ളൂ. 1 2 3 4 5. അപ്പോൾ ഇനി 6 7 8 9 അങ്ങനെ 6 7 8 9 4 റൗണ്ട് സെയിം സിംഗിൾ ക്രോഷ്യ മൊത്തം കൊടുക്കണം. ഒരു ഇൻക്രീസും ഒന്നുമില്ല. ഇതിനകത്തെല്ലാം കേട്ടിട്ട് ഓരോന്നായിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു 9 റൗണ്ട് വരെ ചെയ്യണം. അതേപോലെ പിന്നെ ഒരു കുത്തിയിട്ട് വീണ്ടും സിംഗിൾ. അന്നേരം നമുക്ക് ആ ഒരു ഓവൽ ഷേപ്പ്, ഒക്ടോപ്പസിൻ്റെ ഒരു ഓവൽ ഷേപ്പിലോട്ട് വരത്തുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് 4 പ്രാവശ്യം നമ്മൾ ഇൻക്രീസ് ചെയ്തപ്പം റൗണ്ട് 9 വരെ നമ്മൾ നോർമൽ 36 സിംഗിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്തത്. ഇനി നമ്മൾ റൗണ്ട് 10 ആണ് ചെയ്യാൻ പോകുന്നത്. റൗണ്ട് 10 ചെയ്യുമ്പോൾ 4 സിംഗിൾ ക്രോഷ്യ. ഇനി ചെയ്യാൻ പോകുന്നത് ഡിക്രീസാണ്. 4 വട്ടം സിംഗിൾ ക്രോഷ്യ നമ്മൾ ഓരോ യാണിനകത്ത് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിക്രീസാണ്. ഡിക്രീസ് ചെയ്യുന്നത് വീഡിയോ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഗൈസ്, നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇനി ഡിക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഈ 2 യാൺസ്, ഈ ഫ്രണ്ടിൽ കാണുന്ന 2 യാൺസിൻ്റെ അത് 2 എണ്ണം എടുത്തിട്ട് ഹുക്കിനകത്ത് കൂടെ 2 ഒരുമിച്ച് ഒരേ സമയത്ത് കയറ്റിയിട്ട് വേണം നമ്മൾ പുള്ളപ്പ് ചെയ്ത് വലിക്കാനെ കൊണ്ട്. അപ്പോഴങ്ങനെയാണ് ഡിക്രീസ് വരുന്നത്. ഇപ്പോഴാണ് ഡിക്രീസ് ആയത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തെ യാണാണ്. അകത്തെ യാണിൻ്റെ സിംഗിൾ ലെയർ, ആ സിംഗിൾ ലെയർ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി 3 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഡിക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്കകത്ത് കാണാം. ക്രോഷ്യ ചെയ്തിട്ടാണ് നമ്മൾ ഡിക്രീസ് ചെയ്യുന്നത്. നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ ബിലോയിലാണ് ചെയ്യുന്നത്. ബിലോ ഫസ്റ്റ് 1, സെക്കൻഡ്, നെക്സ്റ്റ് തേർഡ്. എന്നിട്ട് ഡിക്രീസ്. അതിനകത്ത് ഡിക്രീസ് ചെയ്യുന്നില്ല, ബിലോ ലൈൻ ചെയ്യണമെന്നുള്ളൂ. ജൂലി, ഇനി നമ്മൾ ഒക്ടോപ്പസിന് കണ്ണ് വെക്കാൻ പോകുന്നത്. നമ്മൾ ആ വൂളൻ സ്റ്റഫ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഫില്ലാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് കണ്ണ് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ കണ്ണ് വെക്കാൻ ഭയങ്കര പാടായിരിക്കും. കാരണം അതിൻ്റെ ക്ലിപ്പ് ഇട്ടിട്ട് അകത്ത് വെച്ച് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുവാന്നേ.
ഇനി നമുക്ക് ഇവന്മാർക്ക് കൈകൾ വെക്കണ്ടേ, കൈയാണോ കാലുകളാണോ, ആ സംഭവം വെക്കണ്ടേ. അപ്പം നമുക്ക് മുമ്പേ നമ്മൾ ഫസ്റ്റിനകത്ത് നമ്മൾ ചെയ്തില്ലായിരുന്നു, ബിലോ ചെയ്തില്ലായിരുന്നു ക്രോഷ്യ. ആ ബിലോ ചെയ്തതിൻ്റെ യാൺസ് അവിടെ ഇങ്ങനെ ബൾജായിട്ട് തെള്ളി നിൽക്കും അവിടെ ആയിട്ട്. അപ്പോൾ അതിനകത്താണ് നമ്മൾ ഈ കുഞ്ഞു കൈകൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ യാൺ കയറ്റിയിട്ട് 10 ചെയിൻ ഇട്ടിട്ട് 2 ചെയിൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് ബാക്കിനകത്ത് ഡി സി എന്ന് പറയുമ്പോൾ ഡബിൾ ക്രോഷ്യ ഇട്ടിട്ട് ബാക്കി ഉള്ളതിനകത്ത് ചെയ്യണം. അപ്പോൾ 7 എണ്ണം കാണും ബാലൻസ്. 7 ഡി സി വെച്ചിട്ട് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പം നമുക്ക് നമ്മുടെ ഒക്ടോപ്പസ് ഒരു 95% നമുക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ആ വായുടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ടൈമാണ് ട്യൂട്ടോറിയലായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ എന്നോട് ക്ഷമിക്കണം. ഇനി അടുത്തൊരു വീഡിയോ ഇടുമ്പോൾ ഞാൻ കൂടുതൽ നന്നായിട്ട് മെച്ചപ്പെടുത്താൻ ഞാൻ എന്തായാലും നോക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ലവ് യു ഓൾ. Ah